ഹലോ ഗോയ്സ്, അപ്പോൾ ഞങ്ങളിന്ന് ചിക്കൻ ഷവർമ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഞങ്ങൾ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു പിഞ്ച് ഓഫ് മഞ്ഞൾപ്പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ 2-3 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ് ഇട്ടിട്ടുണ്ട്, പിന്നെ 2 ടേബിൾ സ്പൂൺ തൈരും, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗറും ഇട്ടിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുക. 3 മണിക്കൂർ ഫ്രീസറിൽ വെക്കുക. 3 മണിക്കൂർ ഫ്രീസറിലും 3 മണിക്കൂർ പുറത്തും വെച്ചിട്ട് പിന്നെ ഞങ്ങൾ എടുത്തിട്ട് ഇതേപോലെ പാനിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ കളറൊന്നും ചേർത്തിട്ടില്ല, കളറൊന്നും ആവശ്യമില്ല. ഷവർമ ആയതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് അതിങ്ങനെ എടുത്താൽ മതി. ഓയിലൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഞങ്ങൾ ചുടുന്ന പോലെ ജസ്റ്റ് ഒന്ന് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇതേപോലെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ക്യൂബായിട്ടും കട്ട് ചെയ്തിട്ട് ഇടാം. ഞാനിവിടെ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഷവർമ ഷീറ്റ് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. പിന്നെ അതിൽ ഷവർമ സോസ് വെച്ച് ഷവർമ സോസിൻ്റെ വീഡിയോ ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ വരും. അപ്പോൾ അതിൻ്റെ മേലെ കെച്ചപ്പ് ഇതാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മേലെ ഞങ്ങൾ വെജിറ്റബിൾസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ ക്യാബേജ്, ഉള്ളി വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ ഞങ്ങൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇങ്ങനെ സ്പ്രെഡ് ആക്കി കൊടുത്തിട്ട് നിങ്ങൾക്ക് കക്കരി വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാനിങ്ങനെ എനിക്ക് ടേസ്റ്റിന് വേണ്ടി വെച്ചതേ ഉള്ളൂ. പിന്നെ അതേപോലെ മയോനീസ് വെച്ച് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ അടിപൊളി ഷവർമ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല മസ്റ്റ് ട്രൈ എന്ന് പറയാം. പിന്നെ ഇതിൽ മയോനീസിൻ്റെ സോസ് ഉണ്ടാക്കുന്ന വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് സോസ് ഉണ്ടാക്കുക. പിന്നെ കെച്ചപ്പ് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്, പുറത്തുനിന്ന് വാങ്ങിയതല്ല. അത് നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ അതിൻ്റെ റെസിപ്പി കിട്ടും. പിന്നെ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം ആക്കിയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ആയിട്ടാണ്.